ഇറാനിലെ ഇസ്രായേൽ ആക്രമണം ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞു. ഇറാന്റെ തന്ത്രപ്രധാന മേഖലയായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതും ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രണത്തിലാക്കുന്നതും ലക്ഷ്യമിട്ടുള്ള സൈനിക നീക്ക നടപടികളിലാണ് ഇതിനിടെ നാവികസേനയുടെ ആധുനിക യുദ്ധക്കപ്പലായ USS ട്രിപ്പോളി പശ്ചിമേഷ്യയിൽ എത്തിച്ചേർന്നത് കരയുദ്ധം ലക്ഷ്യമിട്ടാണെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇറാന്റെ മണ്ണിൽ പാദം വയ്ക്കുന്ന ഏതൊരു അമേരിക്കൻ സൈനികനും ശവപ്പെട്ടിയിൽ മടങ്ങേണ്ടി വരുമെന്നാണ് ഇറാൻ സൈന്യത്തിന്റെ ഇതേ തുടർന്നുള്ള മുന്നറിയിപ്പ്. കരയുദ്ധം തുടങ്ങിയാൽ സംഘർഷം അടുത്തിടെയൊന്നും തീരുകയില്ല. മാത്രവുമല്ല, അമേരിക്കയ്ക്ക് അതത്ര എളുപ്പവുമാകില്ല. ആ ദൗത്യം എന്നും പൊതുവിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതേസമയം പാകിസ്ഥാന്റെ മുൻകൈയിൽ നടന്നുവരുന്ന ഇസ്ലാമാബാദ് ഇനിഷ്യേറ്റീവ് എന്ന മധ്യസ്ഥ ചർച്ചകൾ ഫലം കണ്ടേക്കാം എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇന്ന് സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു, US ഒരുങ്ങുന്നത് കരയുദ്ധത്തിനോ എന്ന്. US നാവികസേനയുടെ ആധുനിക ആംഫിബിയസ് യുദ്ധക്കപ്പലായ USS ട്രിപ്പോളി പശ്ചിമേഷ്യയിൽ എത്തിച്ചേർന്നതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2500 മറീനുകൾ ഉൾപ്പെടെ 3500-ലധികം സൈനികരാണ് ഈ കപ്പലിലുള്ളത്. കരയിലും കടലിലും സൈനിക നീക്കങ്ങൾക്ക് പിന്തുണ നൽകാനായി രൂപകൽപ്പന ചെയ്ത USS ട്രിപ്പോളി മേഖലയിലേക്ക് എത്തിയതോടെയാണ് കരയുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിച്ചത്. F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെയുള്ള യുദ്ധോപകരണങ്ങളും സൈനിക വാഹനങ്ങളും ഈ കപ്പലിലുണ്ട്. ഇറാനിൽ ആഴ്ചകൾ നീണ്ടുനിൽക്കുന്ന കര സൈനിക നീക്കങ്ങൾക്കൊരുങ്ങുകയാണ് എന്ന് പെന്റഗൺ അറിയിച്ചു കഴിഞ്ഞു. സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുമ്പോഴും ഇറാന് ചുറ്റുമുള്ള സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനാണ് പെന്റഗണിന്റെ നീക്കം. ട്രംപിന്റെ സൈനികമായ മേൽക്കൈ നൽകാനാണ് ഈ അധിക സൈന്യ വിന്യാസം എന്ന് വാൾസ്ട്രീറ്റ് ജേർണലും റിപ്പോർട്ട് ചെയ്യുന്നു. USS ട്രിപ്പോളി മുൻപ് ജപ്പാൻ തീരത്തായിരുന്നു നിലയുറപ്പിച്ചിരുന്നത്. സാൻഡിയോഗോയിൽ നിന്നുള്ള USS ബോക്സർ നേവി യുദ്ധക്കപ്പലും ഒപ്പം നാവികസേനയും പശ്ചിമേഷ്യയിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതും സംഘർഷം അവസാനിപ്പിക്കുന്നതിനുമായി അമേരിക്ക മുന്നോട്ട് വച്ച 15 നിർദ്ദേശങ്ങൾ ഇറാൻ തള്ളിയതാണ് നിലവിലെ പ്രകോപനത്തിനുള്ള കാരണം. ശനിയാഴ്ചയായിരുന്നു ഇസ്രയേലിലേക്ക് മിസൈൽ അയച്ച് ഹൂതികൾ ആദ്യമായി ഈ യുദ്ധത്തിൽ പങ്കാളികളായത്. വീണ്ടും മിസൈലുകൾ വർഷിച്ച് ഹൂതികൾ പിന്നീട് തങ്ങളുടെ പങ്കാളിത്തം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെ ഈ മേഖലയിലെ സംഘർഷം അത് കൂടുതൽ വ്യാപിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. മധ്യപൂർവ്വ ദേശത്തെ US സർവകലാശാലകൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രയേൽ സഖ്യം ഇറാനിലെ സർവകലാശാലകൾ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ ഭീഷണി. ഇസ്രയേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയച്ച ഹൂതികൾ വരും ദിവസങ്ങളിലും ആക്രമണം തുടരുമെന്നും വ്യക്തമാക്കി. അമേരിക്കൻ സൈന്യം ഇറാനിൽ പ്രവേശിച്ചാൽ യമനിലെ ഹൂതി സഖ്യകക്ഷികൾ ഉപയോഗിച്ച് ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം തുടങ്ങുമെന്ന് ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ തീരത്തെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിന് സമീപം സൈനികരെ വിന്യസിക്കാനാണ് നിലവിലെ ഇറാന്റെ പദ്ധതി. കരയുദ്ധം നടത്തിയാൽ പേർഷ്യൻ ഉൾക്കടലിൽ വ്യാപകമായി മൈനുകൾ വിതയ്ക്കും എന്ന ഇറാന്റെ ഭീഷണി ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഹോർമൂസ് വഴിയുള്ള ചരക്കുനീക്കം പൂർണ്ണമായി നിലയ്ക്കും. മാത്രവുമല്ല, പശ്ചിമേഷ്യയിലെ 2ാം പാതയായ ബാബുൽ മന്ദബ് നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഹൂതികൾ ഈ സംഘർഷത്തിൽ നേരിട്ടിടപെടുന്നതോടെ എണ്ണ പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്യും. ട്രംപ് ഭരണകൂടത്തിന്റെ ഇറാൻ ആക്രമണത്തിനും കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കുമെതിരെ US-ൽ നടന്ന നോ കിങ്സ് പ്രതിഷേധ റാലികളിൽ ദശലക്ഷക്കണക്കിന് പേരാണ് അണിനിരുന്നത്. അമേരിക്കയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധ പ്രകടനങ്ങളിൽ ഒന്നായാണ് നോ കിങ്സ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. US-ൽ 3100-ൽ അധികം കേന്ദ്രങ്ങളിലും ഫ്രാൻസ്, പോർച്ചുഗൽ, ജർമ്മനി, ഇറ്റലി, ഗ്രീസ് എന്നിവിടങ്ങളിലും പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കപ്പെട്ടു. US-ൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം പേരും ട്രംപിന്റെ യുദ്ധ നടപടിയെ വിമർശിക്കുകയും ചെയ്തു. യുദ്ധം US ജനതയെ സാരമായി ബാധിച്ചുവെന്നാണ് ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടത്. യുദ്ധം മൂലം രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമോ എന്നതിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കിടയിലും ഭീതിയുണ്ട്. വരാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാകുമോ എന്നൊരാശങ്കയിലാണ് നിലവിൽ പാർട്ടി. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഒരു മാസത്തിലേക്ക് കടക്കുമ്പോൾ അയൽ രാജ്യമായ ലെബനൻ വലിയ തകർച്ച നേരിടുകയാണ്. കഴിഞ്ഞ 3 ആഴ്ചക്കിടയിൽ ഇസ്രയേൽ നടത്തിയ കടുത്ത വ്യോമാക്രമണങ്ങളിലും ഷെല്ലാക്രമണങ്ങളിലും രാജ്യം തകർന്നടിഞ്ഞിരിക്കുന്നു. ലെബനനിലെ ആകെ ജനസംഖ്യയുടെ 1/4 ഇപ്പോൾ അഭയാർത്ഥികളായി തെരുവുകളിൽ കഴിയുകയാണ്.
തെക്കൻ ലെബനനിൽ നിന്നും ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നുമായി 1.2 ദശലക്ഷത്തിലധികം ആളുകളാണ് ഇസ്രയേലിന്റെ നിർബന്ധിത കുടിയൊഴിപ്പിക്കൽ ഉത്തരവിനെ തുടർന്ന് പലായനം ചെയ്തത്. കഴിഞ്ഞ 3 ആഴ്ചക്കിടയിൽ മാത്രം 121 കുട്ടികളും 81 സ്ത്രീകളും ഉൾപ്പെടെ 1094 പേർ കൊല്ലപ്പെട്ടു. 3119 പേർക്ക് പരിക്കേറ്റു. ഈ കൊല്ലപ്പെട്ടവരിലാവട്ടെ ഭൂരിഭാഗവും സാധാരണക്കാരാണെന്ന് ലെബനൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിനിടയിൽ ദക്ഷിണ ലെബനനിലെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ദിവസം 3 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. തെക്കൻ ലെബനൻ പൂർണ്ണമായും കൈവശപ്പെടുത്താനും അവിടെ സുരക്ഷാ മേഖല സ്ഥാപിക്കാനുമുള്ള ഇസ്രയേലിന്റെ നീക്കം വരും ആഴ്ചകളിൽ ഈ ദുരന്തത്തിന്റെ ആക്കം കൂട്ടുമെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യയിൽ ആഴ്ചകളായി തുടരുന്ന യുദ്ധത്തിന് അറുതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള ഇസ്ലാമാബാദ് ഇനിഷ്യേറ്റീവ് ഫലം കാണുമെന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ചേരുന്നതിന് 5 പ്രധാന നിബന്ധനകളാണ് ഇറാൻ നിലവിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇറാനെതിരായ ആക്രമണങ്ങൾ ഉടനടി നിർത്തണമെന്നും ഭാവിയിൽ അമേരിക്കയോ ഇസ്രയേലോ സൈനിക നടപടികൾ നടത്തില്ലെന്ന് ഉറപ്പു നൽകണമെന്നുമാണ് ഇറാന്റെ പ്രാഥമിക ആവശ്യം. മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി ഈ 4 രാജ്യങ്ങളിൽ നിന്നും ഇറാൻ സുരക്ഷാ ഉറപ്പുകൾ തേടിയിട്ടുണ്ട്. രാജ്യം ഉന്നയിക്കുന്ന ആശങ്കകൾ പരിഹരിക്കാൻ ഈ രാജ്യങ്ങൾ സജീവമായി ഇടപെടണമെന്നാണ് ഇറാന്റെ മറ്റൊരു ആവശ്യം. അമേരിക്കയിൽ നിന്നും കൃത്യമായ ഉറപ്പുകൾ വാങ്ങാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചാൽ ഉടൻ തന്നെ ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. അത് യാഥാർത്ഥ്യമാക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് നിലവിൽ ലോകം. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.